ഇത് എന്താണ് ഹസ്കറി കാണിക്കുന്നത്? ഈ അയ്യപ്പൻ്റെ ഇവിടെ ആർക്കും മതവികാരമൊന്നും വ്രണപ്പെട്ടിട്ടില്ല കേട്ടോ. ഞങ്ങൾക്കാർക്കും അങ്ങനെ വ്രണപ്പെട്ടിട്ടൊന്നുമില്ല. പിന്നെ എന്ത് വികലമായ ന്യായങ്ങളാണ് പറയുന്നത് ഈ രാജു എബ്രഹാമിനെ പോലെയുള്ളൊരു നേതാവ് എന്ന് പറഞ്ഞാൽ CPM എന്ന് തന്നെ പറയാമല്ലോ. കാരണം CPMൻ്റെ അനുവാദമില്ലാതെ CPM തീരുമാനിക്കാതെ രാജുവിനെ പോലെയുള്ളൊരു നേതാവ് ഇങ്ങനെ പറയില്ല. അതുമാത്രമല്ല, ഒരു കേസും വന്നിട്ടുണ്ട് പോലീസിന് മുൻപാകെ ഈ പോറ്റിയെ കയറ്റിയെ പാട്ടിനെതിരെ. CPM എന്താണ് ഇങ്ങനെ കാണിക്കുന്നത്? ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ? മഞ്ജുഷ, രാജ്യത്തിന്റെ നിയമത്തിനനുസരിച്ച് മാത്രമേ ഒരു സർക്കാരിന് പ്രവർത്തിക്കാനാകൂ. സ്വാഭാവികമായും ഇതില് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിലല്ല CPM ഇക്കാര്യത്തിൽ സമീപിക്കുന്നത് എന്നുള്ളത് കണക്കാണ്. ഇതില് ഇപ്പോ വന്നിട്ടുള്ള വിവാദങ്ങൾ അല്ലെങ്കിൽ വിവാദ പരാമർശം ഈ പാട്ടിനെ സംബന്ധിച്ചാണെങ്കിൽ ആ പാട്ടിന്റെ വരികളിലും ആ പാട്ട് എന്തായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ളത്. നമ്മുടെ BNS ചാപ്റ്റർ 16 298, 299, 302 വകുപ്പുകൾ പ്രകാരം വളരെ കൃത്യമായ ഒരു കുറ്റകൃത്യത്തിന്റെ സ്വഭാവത്തിലേക്ക് ആ പാട്ട് മാറിയിരിക്കുന്നു. മാത്രമല്ല, പീപ്പിൾസ് റെപ്രസെന്റേഷൻ ആക്ടിന്റെ റിലവന്റ് വകുപ്പുകൾ പ്രകാരം ഒരു തെരഞ്ഞെടുപ്പ് അഴിമതിയിലേക്ക് കൂടി ഈ പാട്ട് വിരൽ ചൂണ്ടുന്നു എന്ന ഗൗരവതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഇവിടെ നിലവിലുള്ളത്. അതിനെ ലഘൂകരിച്ച് കാണുകയോ അതൊരു വിമർശനം മാത്രമായി ചുരുക്കിക്കാണുകയോ ചെയ്യില്ല. കാരണം ഏതെങ്കിലും ഒരു മതവിഭാഗം കാലാകാലങ്ങളായി ഉപയോഗിച്ചു വരുന്ന ഒരു പാട്ട് അല്ലെങ്കിൽ ഒരു ഭക്തിഗാനം, ആ ഭക്തിഗാനത്തെ ആ മതവികാരം വ്രണപ്പെടുത്തുന്നതിനു വേണ്ടി പാരഡിയായി ഉപയോഗിച്ചിരിക്കുന്നു എന്ന ഉത്സിത പ്രവൃത്തിയാണ് ഇപ്പോൾ നിലവിൽ. പക്ഷെ അവിടെ എങ്ങനെയാണ് അവിടെ എങ്ങനെ അയ്യപ്പനെ അവഹേളിക്കുന്ന രീതിയിലുള്ള ഒരു വരി ഈ പാട്ടിൽ താങ്കൾക്ക് പറയാമോ? അയ്യപ്പനെ അവഹേളിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ മതവികാരം മോശമായി ചിത്രീകരിക്കുന്നു, വ്രണപ്പെടുത്തുന്നു എന്ന രീതിയിൽ ഒരു വരിയെങ്കിലും താങ്കൾക്ക് അതിൽ പറയാൻ പറ്റുമോ? അങ്ങനെയല്ല. പിന്നെ അയ്യപ്പന്റെ പേര് ഉപയോഗപ്പെടുത്തി എന്നുള്ളതായിരിക്കുമല്ലോ താങ്കൾ ഈ തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടം എന്ന് പറയുന്നത്. എങ്ങനെ ഉപയോഗപ്പെടുത്തി? അല്ല, എങ്ങനെ അയ്യപ്പന്റെ പേര് എങ്ങനെ അവിടെ ഉപയോഗപ്പെടുത്തി? മഞ്ജുഷ, ശബരിമല അയ്യപ്പന്റെയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ വന്ന 2019 സ്ത്രീ പ്രവേശന വിധിയുമായി ബന്ധപ്പെട്ട് നടന്ന കോലാഹലങ്ങൾ നാം കേട്ടതാണ്. അപ്പോൾ ശബരിമലയെ സംബന്ധിച്ച് വളരെ സെന്റിമെന്റലായി കാണുന്ന ലക്ഷക്കണക്കിന് അയ്യപ്പ വിശ്വാസികളുള്ള ഒരു നാട്ടിൽ ആ വിശ്വാസത്തിന്റെ ഭാഗമായി അവർ ഇന്നലെ വരെ ഉച്ചരിച്ചിരുന്ന അല്ലെങ്കിൽ അവർ ഇന്നലെ വരെ ഒരു പ്രാർത്ഥന പോലെ ഹൃദയത്തിൽ കാത്തുസൂക്ഷിച്ചിരുന്ന ഒരു പാട്ട് അല്ലെങ്കിൽ ഒരു ഭക്തിഗാനമാണ് നിലവിൽ ഇപ്പോ പാരഡിയായി പരിണിതപ്പെടുന്നു അല്ലെങ്കിൽ ചുരുങ്ങിക്കാണുന്നു എന്ന് വരുന്നത്. ഇത് അയ്യപ്പ വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മതവിശ്വാസത്തിന്റെ ലംഘനം അല്ലെങ്കിൽ അവരുടെ ഫീലിങ്സിനെ ലംഘിക്കുന്നു എന്ന വലിയ ഉത്തരവാദിത്വമാണ് ഇക്കാര്യത്തിൽ. ഒരു അയ്യപ്പ വിശ്വാസി ഇതിനെതിരെ കോടതിയെ സമീപിച്ചു കഴിഞ്ഞാൽ ആ അയ്യപ്പ വിശ്വാസിക്ക് അതിനുള്ള റൈറ്റ് ഉണ്ട് എന്നുള്ളതാണ് അല്ലേ? നിശ്ചയമായും അത് കോടതി നിലനിൽക്കും എന്ന് തന്നെയാണ് എന്റെ പരിമിതമായ ആ ജ്ഞാനത്തിന്റെ പേരിൽ എനിക്ക് പറയാൻ കഴിയുക. കാരണം അക്കാര്യത്തിൽ നിലവിലെ നിയമം അനുസരിച്ച് ഒരു കുറ്റകൃത്യമായി വരുന്നു. മാത്രമല്ല, അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വിവിധ തലങ്ങളിലേക്ക് അത് ഷെയർ ചെയ്യപ്പെടുന്നത്. അവിടെ പറയുന്നത് പക്ഷേ എല്ലാം ഈ സ്വർണം ചെമ്പാക്കി എന്ന് പറയുന്ന കാര്യം അത് അയ്യപ്പനെ ഒരു തരത്തിലും മോശമായിട്ട് ചിത്രീകരിക്കുന്നില്ല. കാരണം അതൊരു അഴിമതിയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു സ്വർണ്ണ കൊള്ള അവിടെ നടന്നു എന്നുള്ള. സഖാക്കളാണ് അയ്യപ്പ എന്ന് പറയുമ്പോൾ അവിടെയും അയ്യപ്പനെ മോശമായിട്ട് കാണിക്കുന്നില്ല. അവിടെ സഖാക്കളുടെ കാര്യമാണ് പറയുന്നത്. നമുക്കിപ്പോ രാജ്യത്തിന്റെ നിയമം അനുസരിച്ചാണല്ലോ നമുക്ക് മുന്നോട്ട് പോകാൻ. അല്ല, അയ്യപ്പനുള്ള പേരെ ഉപയോഗിക്കാൻ പാടില്ല എന്നാണോ? അങ്ങനെയാണെങ്കിൽ പ്രസംഗങ്ങൾ നടത്തുന്നതോ? അല്ല, പ്രസംഗങ്ങൾ മാത്രമല്ലല്ലോ. ഇതിപ്പോ അയ്യപ്പന്റെ മുതല് കട്ടു എന്നുള്ളതൊരു വസ്തുതയാണ്. ആ മുതല് കാര്യമാണ് ഈ പാട്ടിലും പറയുന്നത്. അല്ല, പാട്ടുകൊണ്ട് ആ പാട്ടിൽ എഴുതിയതല്ല. ആ പാട്ട് എന്ന് പറയുന്നത് നാളിതുവരെ ആരും ഉപയോഗിച്ചിരുന്ന പാട്ടാണ്. ഏറ്റവും പവിത്രമായി കരുതി ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കുന്ന മന്ത്രോച്ചാരണം പോലെ വളരെ കൃത്യമായി ഉപയോഗിച്ചിരുന്ന ഒരു പാട്ട് അല്ലെങ്കിൽ ഒരു മന്ത്രം പോലെ കാത്തു സൂക്ഷിക്കേണ്ട, സംരക്ഷിക്കേണ്ട ശകലങ്ങളെയാണ് ഇത്ര വികൃതവുമായി ചിത്രീകരിച്ചിട്ടുള്ളത് എന്ന് അയ്യപ്പ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് കടുത്ത വേദന ഉളവാക്കുന്ന ഒരു സംഭവമായിട്ടാണ് മനസ്സിലാക്കപ്പെടേണ്ടത്. അതിലൊരു വേദനയില്ല എന്ന് കരുതുന്നിടത്താണ് നമ്മുടെ ബുദ്ധികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധികൾ പരിമിതപ്പെട്ടു പോകുന്നത്.